നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഒരച്ഛന് സ്വന്തം മകളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ കഴിയുമെന്ന്? മാത്രമല്ല, സൈബർ സെല്ലിനെയും പോലീസിനെയും അങ്ങനെ സകലമാന ഉദ്യോഗസ്ഥരെയും പറ്റിക്കാൻ വേണ്ടി സ്വന്തം മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചുകൊണ്ട് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ ഒരച്ഛനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഗൂഗിൾ ഡ്രൈവിൽ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡിൽ ഒളിച്ചിരുന്ന ആ ഒരു രഹസ്യം ഈ കൃത്യത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. തമിഴ്നാട് പോലീസിനെയും തമിഴ്നാടിനെയും ഒരുപോലെ ഞെട്ടിവിറപ്പിച്ച വർഷിനി കൊലപാതകത്തിന്റെ ഇരുണ്ട അറകളിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. തമിഴ്നാട്ടിലെ സേലം എന്ന സ്ഥലത്തുള്ള നെല്ലമ്പട്ടി എന്ന ഗ്രാമത്തിലാണ് 22 വയസ്സുള്ള ഈ വർഷിനി എന്ന പേരുള്ള ഈ പെൺകുട്ടി താമസിച്ചിരുന്നത്. അവിടെയുള്ള ഒരു സിദ്ധ മെഡിക്കൽ കോളേജിലായിരുന്നു ഈ കുട്ടി പഠിച്ചിരുന്നത്. വർഷിനിയും അവളുടെ സുഹൃത്തായ അക്ഷയയും കൂടെയാണ് അവിടെ വാടകയ്ക്ക് ഒരു റൂം എടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ജനുവരി 7-ാം തീയതി രാവിലെ പുതുവർഷത്തിന്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് അക്ഷയ തിരികെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് വാതില് പൂട്ടിയ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് വാതിൽ തുറന്നു. പക്ഷെ വാതിൽ തുറന്ന അക്ഷയെ കണ്ട കാഴ്ച, കോളേജിൽ പോയതാണെന്ന് കരുതിയ തൻ്റെ സുഹൃത്ത് വർഷിനി അവിടെ കട്ടിലിൽ കിടക്കുകയാണ്. ആദ്യം ഒന്നും പന്തികിടന്ന് തോന്നിയില്ലെങ്കിലും അവൾ അടുത്തേക്ക് പോയി വർഷിനിയെ ഒരുപാട് തവണ വിളിച്ചു നോക്കി. പക്ഷേ വർഷിനി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഭയപ്പെട്ടു പോയ അക്ഷയ വർഷിനിയുടെ കൈകൾ പിടിച്ചു നോക്കുകയാണ്. ഇങ്ങനെ കൈ പിടിച്ച് നോക്കുന്ന സമയത്ത് ശരീരമാസകലം തണുത്തുറഞ്ഞ നിലയിൽ കാണപ്പെട്ടാണ്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇവൾ CPR പോലെയുള്ള പരിപാടികൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ യാതൊരു റെസ്പോണ്ടും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയാണ്. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ അടയാളങ്ങൾ മനസ്സിലാക്കി പോലീസുകാർ തിരിച്ചറിയാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത്. പക്ഷേ അവിടെ നിന്നും സ്വർണമോ പണമോ യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് പോലീസുകാർ തിരിച്ചറിഞ്ഞു. പക്ഷേ അവിടെ ഒരു ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നത് വേറൊന്നുമല്ല, വർഷിനിയുടെ മൊബൈൽ ഫോൺ അവിടെ കാണാനുണ്ടായിരുന്നില്ല. അത് കളവ് പോയിട്ടുണ്ടായിരുന്നു. പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ആ ഫോൺ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ഹൈവേയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇതിനിടെ സൈബർ ടീം മറ്റൊരു മൂവ്മെന്റ് നടത്തുകയാണ്. വേറൊന്നുമല്ല, അക്ഷയയുടെ ക്ലൗഡ് പരിശോധിക്കാൻ അവർ ഒരുങ്ങുകയാണ്. അങ്ങനെ അക്ഷയയുടെ ക്ലൗഡ് പരിശോധിച്ച സമയത്ത് അവർക്ക് ഞെട്ടിക്കുന്ന കുറച്ച് ഫോട്ടോസും മറ്റുള്ള വിവരങ്ങളും ലഭിക്കുകയാണ്. മാത്രമല്ല, അക്ഷയയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. അക്ഷയുടെ പ്രണയം 40 വയസ്സുകാരനായ അവരുടെ നാട്ടിലെ ഒരു തായ്ക്കൊണ്ടോ മാസ്റ്റർ ആയിരുന്നു. പക്ഷെ ഇതിൽ ട്വിസ്റ്റ്, ഇയാൾക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. മാത്രമല്ല, 2 വർഷം മുൻപേ ഇവർ മറ്റൊരു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിച്ചതിൻ്റെ രേഖകളൊക്കെ ആ ഗൂഗിൾ ക്ലൗഡിൽ ഉണ്ടായിരുന്നു. പോലീസ് ആദ്യം സംശയിച്ചത് ഈ തായ്ക്കൊണ്ടോ മാസ്റ്റർ ആയിരുന്നു. പക്ഷേ അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലായി ഈ സംഭവം നടക്കുന്ന ദിവസം അയാളുടെ നാട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുതകുന്ന രീതിയിലുള്ള തെളിവുകളും അയാൾക്ക് സംഘടിപ്പിക്കാൻ പറ്റി. പിന്നീട് അന്വേഷണം വഴിമാറിയത് ഈ പെൺകുട്ടിയുടെ അച്ഛനായ വരദരാജനിലേക്കാണ്. പോലീസ് ഇയാളെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പോലീസിന് വരദരാജനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാളുടെ ഫോണിലേക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അയാളുടെ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, പോലീസുകാരെയും സൈബർ സെല്ലിനെയും ഒരുപോലെ പറ്റിക്കാൻ വേണ്ടി സ്വന്തം ഫോണ് വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ട്രാവൽ ചെയ്യുന്നത്. ആ ഫോണ് വീട്ടിൽ വെച്ച് സൈലൻ്റ് ആക്കി മറ്റാരും അറിയാതെ ഇയാൾ സേലത്തേക്ക് വണ്ടി കയറുകയായിരുന്നു. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, അക്ഷയയുടെ വീടിനടുത്തുള്ള കുറച്ച് CCTVകൾ പരിശോധിക്കുന്ന സമയത്ത് പോലീസിന് തൊപ്പി ധരിച്ച ഒരാൾ ഈ കൃത്യം നടക്കുന്ന ദിവസം ആ വീട്ടിലേക്ക് വന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അത് സുഹൃത്തായ വർഷിനിയെ കാണിച്ചുകൊണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയുമോ എന്ന രീതിയിലുള്ള പോലീസ് ഒരു അന്വേഷണം നടത്തുന്ന സമയത്ത് പോലീസിന് മനസ്സിലാവുകയാണ് ഈ കുട്ടി ഈ വരദരാജൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛനെ തിരിച്ചറിയുകയാണ്. ഇവിടെ കഥയിലെ മറ്റു കുറച്ച് സത്യങ്ങൾ മറനീക്കി പുറത്തു വരേണ്ട സമയമാണിത്. സത്യത്തിൽ വരദരാജന്റെ മകളായിരുന്നില്ല അക്ഷയ. ഇയാള് ഈ പെൺകുട്ടിയുടെ 2ാം അച്ഛനായിരുന്നു. പക്ഷേ അതൊന്നും നമ്മളെ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ബാധിക്കുന്നില്ല. കാരണം ഈ പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെയായിരുന്നു വരദരാജൻ വളർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ആ തായ്ക്കൊണ്ടോ മാസ്റ്ററുമായി ബന്ധത്തിൽ ഏർപ്പെട്ടതും കല്യാണം കഴിച്ചതുമെല്ലാം ഇയാൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത കാര്യമായിരുന്നു. കുടുംബത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുമെന്ന ഭയവും ദേഷ്യവും അയാളെ പിന്നീട് ഒരു കൊലപാതകയാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. അയാള് അക്ഷയെ കാണാൻ ഈ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അക്ഷയോട് സംസാരിക്കുകയാണ്, മോളെ, ഈ 40 വയസ്സുകാരനായ ഇയാളെ കല്യാണം കഴിച്ചതുകൊണ്ട് എന്താണ് നിനക്ക് നേട്ടം? മാത്രമല്ല, അയാൾക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. നീ കാരണം
നിന്റെ രണ്ടാം അച്ഛനായിട്ട് പോലും നിന്നെ സ്വന്തം മകളെ പോലെയാണ് കണ്ടതും കൈകാര്യം ചെയ്തതുമല്ല. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ മേടിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ജീവിതം ഞാൻ നല്ല രീതിയിൽ വരാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നീ ഇയാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് മറ്റേതെങ്കിലും നടപടി നിന്റെ മേലിൽ സ്വീകരിക്കേണ്ടി വരും എന്നുവരെ അദ്ദേഹം പറയുകയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ അക്ഷയയുടെ മറുപടി വളരെ പരിവരുത്തതായിരുന്നു. അക്ഷയ തൻ്റെ അച്ഛനോട് പറയാണ്, ഇല്ല, എൻ്റെ തീരുമാനം ഉറച്ചതാണ്, എനിക്കൊരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ഇത് കേട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ രോഷം വളരെയധികം വർദ്ധിക്കുകയാണ്. അദ്ദേഹം തൻ്റെ മകളെ ആ വന്ന ദേഷ്യത്തിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് സംശയം ആർക്കും തോന്നാതിരിക്കാൻ വേണ്ടി ഈ ബോഡി ബെഡിൽ കിടത്തുകയാണ്. പിന്നീട് അദ്ദേഹം പുറത്തു നിന്നും ആ വാതിൽ പൂട്ടിയതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ഈ ദാരുണമായ സംഭവങ്ങൾ നടന്നിട്ട് കുറച്ചധികം കാലമായി. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 40കാരനായ ഒരു ഭാര്യയും മക്കളുമുള്ള അയാളെ പ്രേമിച്ച ഈ പെൺകുട്ടിയാണോ ഇവിടെ തെറ്റുകാരി? അതല്ലെങ്കിൽ ഈ ചെറിയ പെൺകുട്ടിയെ കളിപ്പിച്ച അയാളാണോ തെറ്റുകാരൻ? അതല്ലാതെ രണ്ടാം അച്ഛനായിട്ട് പോലും ഈ മകളെ പൊന്നുപോലെ നോക്കിയ ആ അച്ഛനാണോ തെറ്റുകാരൻ? നിങ്ങൾ സ്വയം ചിന്തിക്കുക. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.